എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന അതായത് ഓഡിയൻസിന് അറിയാൻ സാധിക്കും. ഞാൻ പല വീഡിയോയിലും പല ആവർത്തിയായിട്ട് പല സന്ദർഭങ്ങളിലും ഇന്ത്യയിൽ നടക്കുന്ന സോഷ്യോളജിക്കൽ ചേഞ്ച്, അതായത് മതപരിവർത്തനത്തെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് പറയാനുണ്ടായ കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ത് മാറ്റമാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. കാരണം വലിയൊരു സോഷ്യോളജിക്കൽ എടുത്തുചാട്ടമാണ് ഉണ്ടാകുന്നത്. അത് ഞാനിത് പറയുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷം കൊണ്ടാണ് ഈ പ്രകടമായ മാറ്റം ഇന്ത്യയിലുണ്ടായത്. ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനങ്ങളുടെ സാമ്പത്തിക ശേഷിയിൽ വന്ന മാറ്റമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ പല പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ലോഗനുണ്ട്. അതായത് അവർക്ക് ആഹാരം കൊടുക്കും, അവർക്ക് വസ്ത്രം കൊടുക്കും, അവർക്ക് പാർപ്പിടം കൊടുക്കും. BJPയുടെ പഴയ സ്ലോഗനായിരുന്നു റാം റൊട്ടി കപ്പട. അതായത് ആദ്യം രാമൻ, പിന്നെ റൊട്ടി, പിന്നെ കപ്പട. അപ്പം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ ശേഷം, അതായത് രാമനും റൊട്ടിയും കപ്പടയും ഇതൊക്കെ കിട്ടി. അതിനുശേഷം എന്താണ്? അതിനെപ്പറ്റി പൊളിറ്റിക്കൽ പാർട്ടികളൊന്നും പറയുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യൽ സംഘടനയായ RSS അതും ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്താ കാര്യം? ഇവിടെയാണ് ഈ പ്രശ്നം. സോഷ്യോളജിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞ 20 വർഷം കൊണ്ട് കയറി അടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോഴേ ഒരു ഉണ്ടായ സംഭവം പറയാം. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പേര് സുദർശനൻ. ഇദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. ഇദ്ദേഹം പഠിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിലാണ്. അതിനുശേഷം ഇദ്ദേഹം പ്രൈസ് വാട്ടർ കൂപ്പറിലൊക്കെ വർക്ക് ചെയ്തു. പിന്നീട് ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു ടെക്കി ബിസിനസ്സിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 10, 50, 60 പേരുണ്ടായിരുന്നു. അത് സക്സസ്ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഏൽപ്പിച്ചു. അവരും ടെക്കിയാണ്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുക, ഇദ്ദേഹം ഈ ട്രേഡിങ്ങും മറ്റുള്ള ചില ബിസിനസ്സും പരിപാടികളിലായിട്ട് മാറി. അപ്പോൾ അതിലും കാരണം മിടുമിടുക്കനായ സംഭവമാണ് സുദർശൻ. കാരണം അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ US പോയി എൻ്റെ എന്തൊക്കെ ഡിപ്ലോമയും ഫർദറായ മാസ്റ്റേഴ്സൊക്കെ പഠിച്ച് വന്നിട്ട് ഇന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരനായ ഒരു ബിസിനസ്സുകാരൻ. ഏകദേശം എനിക്ക് അയാളെ 15, 16 വർഷം കൊണ്ടറിയാം. എന്നോട് ഇപ്രാവശ്യം സുദർശൻ പറഞ്ഞു, ഈ ഗാസിയാബാദിൽ നിന്നും ബേഗുസരായ് എന്ന് പറഞ്ഞ അടുത്തോട്ടൊന്ന് വാ, സ്ഥലം ലൊക്കേഷനൊക്കെ തന്ന് ഞാൻ സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഈ പറയുന്ന വളരെ കാലം ഈ കോവിഡിൽ നിന്നും ശേഷം എനിക്ക് സുദർശനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. അപ്പം ഞാൻ ഈ ബേഗുസരായിൽ സുദർശനെ കാണാൻ വേണ്ടി പോയി. അത് ബേസിക്കലി ഒരു സാറ്റർഡേ ആണ് ഞാൻ ഇവിടെ എത്തുന്നത്. സാറ്റർഡേ ഞാൻ ഒരു 7-8 മണിയായപ്പോൾ രാത്രിയിലാണ് എത്തുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു ഗ്രാമത്തിൽ ഒരു വീടാണ്, നല്ലപോലെ പണിതിട്ടുണ്ട്. ഒരു കേരള ശൈലിയിലാണ് വീട് പണിതിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഞാനും പുള്ളിയുടെ മക്കളൊക്കെ ഡൽഹിയിലാണ് പഠിക്കുന്നത്. ഒരു മകള് വിദേശത്ത് പഠിക്കുന്നു, UK പഠിക്കുന്നു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഞായറാഴ്ച പോയി ചർച്ചിൽ പോകും. അപ്പം ഞാൻ ചർച്ചിൽ പോകാവുന്നു. എൻ്റെ ധാരണ പുള്ളി കൺവേർട്ടായി. കാരണം അത്രയും നാളെ എനിക്കറിയത്തില്ല. അപ്പം ഞായറാഴ്ച അവിടുന്ന് മാറിയിട്ട് 4-5 കിലോമീറ്റർ ദൂരെയുള്ള അതിരാവിലെയാണ്. കാരണം 6:30-7 മണിയായപ്പോൾ എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പം ബേസിക്കലി ആ ചർച്ച് നടത്തുന്ന സുദർശനാണ്. അതായത് സുദർശൻ ആ കോവിഡിൻ്റെ സമയത്ത് പുള്ളി മതപരിവർത്തനം ചെയ്തു. ഇനി ആൾക്കാരെ നോക്കുക, 50,000-ന് മുകളിൽ ആൾക്കാർ ആ ചർച്ചിൽ കൂടുന്നുണ്ട്. ഞാൻ പറയുന്ന UPയുടെ കാര്യമാണ് പറയുന്നത്, ഉത്തർപ്രദേശ്. അപ്പം അത് കഴിഞ്ഞ് ചർച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതായത് UPയിൽ 50,000-ന് മുകളിലുള്ള ഒരു ചർച്ച്. ഇസ് അൺഇമാജിനബിൾ. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലവും പേരും ഒക്കെ നിങ്ങളോട് പറയുന്നത്. പിന്നീടാണ് മനസ്സിലായ UPയുടെ പല ഭാഗത്തും ഇതേപോലെയുള്ള ചർച്ചുകൾ വളരെ ആക്റ്റീവാണ്. അപ്പം ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചു, എന്താണ് ഇത്രമാത്രം ആൾക്കാർ ഈ ചർച്ചയിൽ വരാനുണ്ടായ കാര്യം, ഇത്രമാത്രം ആൾക്കാർ കൺവേർട്ട് ചെയ്തതിൻ്റെ കാര്യം എന്താ? റീസണബിൾ ചോദ്യമല്ലേ? കാരണം ഞെട്ടിക്കുന്ന സംഭവമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങൾ കേട്ട് കാണും, കഴിഞ്ഞ വർഷം ഈ ബോലോ റാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ നാരായൺ കിഷോർ, റിട്ടയർഡ് ഒരു പോലീസുകാരൻ, ഒരു സ്പിരിച്വൽ ഇവൻ്റ് നടത്തുന്നുണ്ട് UPയിൽ.
വന്ന് സ്റ്റാമ്പേഡ് ഉണ്ടായിരുന്നു. 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറി പരിശോധിച്ചോ? ഇതെങ്ങനെയാണ് ഇത്രയും ആൾക്കാർ, ഏകദേശം 3-4 ലക്ഷം ആൾക്കാർ ഇതേപോലൊരു ബാബയുടെ അടുത്ത് വരുന്നതിൻ്റെ കാര്യം എന്ത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ റീസൺ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ പല കാര്യങ്ങളും ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ വരുന്നത്? മനസ്സിലാക്കിയതിൽ വന്നതിൽ വലിയൊരു ഭൂരിഭാഗവും ബാക്ക്വേർഡ് ക്ലാസ്സാണ്, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ഹിന്ദു മതത്തിലെ വൃത്തികേടുകൾ കൊണ്ട് മാത്രം ഇവർ ഈ പറയുന്ന ഇവർക്ക് വേറെ സ്പിരിച്വൽ വാക്വമാണ് ഈ സംഭവം. ഇവർ പൂർണ്ണമായിട്ടും അവിടുത്തെ അപ്പർ കാസ്റ്റ് മുഴുവൻ തഴഞ്ഞിട്ടേക്കും. ഇവരെ സോഷ്യൽ ഗ്യാതറിങ്ങിന് കയറ്റുന്നില്ല. കാരണം ഒരു ബാക്ക്വേർഡ് ക്ലാസ്സാണ്. പിന്നെ അവർക്ക് എവിടെ പോകാം? അപ്പോൾ ബാബ എങ്കിൽ ബാബ, അപ്പം അവിടെ ഒരുമിച്ച് കൂടാം. ഇനി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ രവിശങ്കർ, സദ്ഗുരു, ഇവിടെ പല ഗുരുക്കളുണ്ട് പ്രശസ്തരായവർ, കാരണം അവർ മീഡിയയിൽ കൂടെ ഒക്കെ വളരെ ഫേമസ് ആണ്. ഇവരുടെ ഏതെങ്കിലും ഗ്യാതറിങ്ങിൻ്റെ അകത്ത് ഒരു ബാക്ക്വേർഡ് ക്ലാസ് ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്താ ഇവരെടുക്കാത്തത്? ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് ചോദിച്ചു, എന്താ എടുക്കാത്തത്? മറ്റുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന അപ്പർ കാസ്റ്റ്, ഹയർ കാസ്റ്റ്, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഇവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാ കാര്യം. അപ്പോൾ ഇത് ഹിന്ദു മതത്തിലെ വലിയ ക്യാൻസർ തന്നെയാണ് ഇവിടെ മതപരിവർത്തനം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അത് ആദ്യം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന ക്രൈസ്തവരെ അവിടെ അറസ്റ്റ് ചെയ്യാനും നിങ്ങൾ തെറി വിളിക്കുമ്പോഴും അവൻ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുമെന്ന് പറയുമ്പോഴും ആദ്യം സ്വയമേ പോസ്റ്റ്മോർട്ടം ചെയ്യും. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്നലെ UP-യിലൊക്കെ ഭയങ്കര റിവൈവൽ നടക്കുവാണ്. വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇൻക്ലൂഡിങ് കാൺപൂർ ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ വില്ലേജുകളിലോട്ടാണ് ഇപ്രാവശ്യം പോയിരിക്കുന്നത്. പെനട്രേറ്റ് ചെയ്ത് പോയേക്കുവാണ്. വളരെയധികം മലയാളികളുണ്ട്, നേറ്റിവിറ്റിയിലുള്ള പാസ്റ്റർമാരുണ്ട്, കാത്തലിക്സ് അല്ല. വീണ്ടും പറയുന്നത് പെൻറ്റക്കോസ്റ്റൽ മൂവ്മെൻ്റ് ആണ് ഈ സംഭവം. ശരിക്കുമാണ് UP-യിൽ പോയിരിക്കുന്നത്. ഇനി നിങ്ങൾ മധ്യപ്രദേശിൽ പോ, BJP ആണ് ഭരിക്കുന്നത് വളരെ വർഷക്കാലമായിട്ട്. അവിടെയും ഈ പറയുന്ന ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി അവൻ്റെ പ്രാഥമികമായ സംഭവങ്ങളെല്ലാം അവന് കിട്ടി. അവിടെ ഇപ്പോൾ ബിജിലി കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ശുദ്ധജലം കൊടുക്കുന്നു, അവന് ആഹാരമുണ്ട്, അവന് വസ്ത്രമുണ്ട്, അവന് കിടക്കാൻ പാർപ്പിടമുണ്ട്. പക്ഷേ അവനെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെ അവൻ എന്ത് ചെയ്യും? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എന്താണ്? പിന്നെ അവൻ എന്ത് ചെയ്യും? അവിടെയാണ് അവന് ഓപ്ഷൻ ഉള്ളത്. ക്രിസ്ത്യൻ ആവുക. ക്രിസ്ത്യനായി കഴിഞ്ഞാൽ അവന് കമ്മ്യൂണിറ്റി ആയി. അവനെ ടേക്ക് കെയർ ചെയ്യാൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അവന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അവൻ്റെ ഹെൽത്ത് കമ്മ്യൂണിറ്റി ഉണ്ട്, അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, അവൻ്റെ ജീവിത രീതി മാറുന്നു. ഇതാണ് കാര്യം. ആദ്യം ഇതൊക്കെ അഡ്മിറ്റ് ചെയ്യുക, തെറ്റ് ഞങ്ങളുടെയാണ്. ഒരു ക്ലാസിക്കായിട്ട് ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ അമേരിക്കയിൽ 1905 നടന്ന ലോസ് ഏഞ്ചലസിൽ നടന്ന അസൂസ സ്ട്രീറ്റ് റിവൈവൽ, വില്യം ജെ സൈമർ എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരനാണ് ഇത് നടത്തിയത്. മനസ്സിലാക്കുക, ഏകദേശം 14 വർഷം ആ റിവൈവൽ അവിടെ നീണ്ടു നിന്നു. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ വലിയൊരു റവല്യൂഷൻ തന്നെ ഉണ്ടായത്, റിലീജിയസ് റവല്യൂഷൻ. അപ്പോൾ അമേരിക്കയിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ചർച്ച ഏത്? ബാപ്റ്റിസ്റ്റ്, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ വേർപാടെന്ന് പറയുന്ന ബ്രദറൻ എന്ന് പറയുന്ന ചർച്ചകളായിരുന്നു. പക്ഷേ ആ ചർച്ചിനകത്ത് പോലും അതിഭയങ്കരമായ റേസിസം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, പല ഈ വില്യം ജെ സൈമർ പഠിച്ച ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ. കാരണം അയാളെ ദൂരെ മാറ്റിയിരുത്തിയേക്കാണ്, കാരണം കറുത്ത വർഗ്ഗക്കാരൻ, ബാക്കി വെളുത്ത വർഗ്ഗക്കാരൻ മുമ്പിലിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന റിവൈവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കറുത്ത വർഗ്ഗക്കാരെയും വെളുത്ത വർഗ്ഗക്കാരെയും കയറ്റി. അങ്ങനെയാണ് റിവൈവൽ ഏറ്റവും വലിയ മിറക്കിളായിട്ട് മാറുന്നത്. അപ്പം അതിൻ്റെ പേരിലാണ് ആ റിവൈവലിനെ തുടർന്നാണ് നിങ്ങൾ ചരിത്രം നോക്കുക, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന്, അല്ലെങ്കിൽ ഇത് ചിഹ്ന ഭിന്നമായി മാറിയേനെ. കാരണം അമേരിക്കൻ സിവിൽ വാറിനെ പറ്റി പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. കാരണം അവിടെയുള്ള വൈറ്റ് ഒരു കാരണവശാലും ഈ ബ്ലാക്സിനെ, അതായത് കറുത്ത വർഗ്ഗക്കാരെ അംഗീകരിക്കാൻ തയ്യാറില്ല. പക്ഷേ ഈ ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റന്റ് പെൻറ്റക്കോസ്റ്റൽ റിവൈവൽ, ഇത് ബാപ്റ്റിസ്റ്റിൻ്റെ
അന്ന് വരെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് അവിടെ വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും പെൻഡക്കോസ്റ്റ് മൂവ്മെൻറ്റ്, സതേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, ബാപ്റ്റിസ്റ്റ് അല്ല സതേൺ ബാപ്റ്റിസ്റ്റ്, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചർച്ചുകളിലൊക്കെ കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും ഒരുമിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് നിന്നത്. അതേപോലെ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. കാരണം അതിനുശേഷമാണ് അമേരിക്ക ഗ്ലോബലൈസ് ചെയ്ത് വലിയൊരു സംഭവമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അമേരിക്ക ഈ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും വാറുണ്ടായി, അടിയുണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായി, പല ഛിന്ന ഭിന്നമായി മാറിയേനെ. ആ ഒരൊറ്റ മൂവ്മെൻറ്റിലാണ് അമേരിക്കയിൽ റവല്യൂഷനൈസ് ചെയ്തു ഈ സംഭവം. ഈ റിവൈവല് എല്ലാ പോക്കറ്റ്സിലോട്ടും ഗ്രാമത്തിലോട്ടും സിറ്റികളിലോട്ടും ഇത് കടന്നു ചെന്നു. അത് അവിടെ കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും ഒരുമിച്ചിരുന്ന് വർഷിപ്പ് തുടങ്ങി. അതാണ് അതിൻ്റെ മാറ്റം, അതായത് ഹിസ്റ്റോറിക്കൽ മാറ്റം. അതേപോലെ ഇന്ത്യയിലുണ്ടാകണം. നിങ്ങൾ ഈ പറയുന്ന ബാക്ക്വേർഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ഒരുമിച്ചാൽ മാത്രമേ ഈ പറയുന്ന മതപരിവർത്തനം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്നാമത്, കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല. നിങ്ങൾ എത്ര പോലീസ് കേസ് എടുത്താലും എന്തൊക്കെ പറഞ്ഞാലും ഇത് നിങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ പെനട്രേഷൻ എന്ന് പറയുന്നത്. ഗർ വാപ്പസി പൊട്ടിപ്പൊളിച്ച് പാളീസായിപ്പോയി. എന്താണ് സംഭവിച്ചത്? ഗുജറാത്തിൽ നിങ്ങൾ ഗുജറാത്തിൽ 3-4 ഡിസ്ട്രിക്റ്റ് മുഴുവനും അവിടുത്തെ ആദിവാസികൾ മുഴുവനും കൺവേർട്ടഡാ. അവിടെ ഒരൊറ്റ ആദിവാസിയെ പോലും നിങ്ങൾ ഹിന്ദുക്കളായിട്ട് കാണാൻ പറ്റത്തില്ല. അതിന് തുടക്കം കുറിച്ചാര്? മലയാളി ബെഞ്ചമിൻ എന്ന് പറഞ്ഞ കോട്ടയംകാരനെ. അയാൾ റെയിൽവേയുടെ ഗാർഡായിരുന്നു. ഈ സൂററ്റ് ആ ഏറിയാണ് അങ്ങോട്ട് ടാപ്പി വാപ്പി ആ സ്ഥലം എടുത്ത് നോക്ക്. അവിടുത്തെ കൺവെൻഷൻ ഞാൻ പോയി കണ്ടത് ഞെട്ടിപ്പോയി. എല്ലാം ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഇന്ന് ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ നേഴ്സസ് ആയിട്ടുള്ളത്, പെണ്ണുങ്ങൾ. ആ മാറ്റമാണ് അവിടെ വന്നത്. പിന്നെ ഇത് കാണുന്ന ഒരു ഹിന്ദു ട്രൈബൽ അവനങ്ങനെ ചേഞ്ച് ചെയ്യാതിരിക്കും. കാരണം അവൻ്റെ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ചർച്ച് ബിൽഡപ്പ് ചെയ്ത് തോമസ് പരദേശി എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരന്. ഇതാണ് എൻ്റെ ഹിസ്റ്ററി. ഇപ്പം എടുത്തു നോക്ക് അടുത്ത സംഭവം. എൻ്റെ ഇതിലതിൻ്റെ താഴെ വന്ന് RSSും സംഘപരിവാറും അവന്മാരെ അതിനെ എടുത്തു നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം ജട്ട് പൂജയുണ്ട്, അറിയാം? ചട്ട് പൂജ ഈ ബീഹാറി കമ്മ്യൂണിറ്റിയുടെയാണ്. അതായത് ഗംഗാ നദിയുടെ അവിടെ വന്ന് ചെയ്യുന്ന പൂജ. ഈ ദീപാവലിക്ക് ശേഷം എല്ലാ പ്രാവശ്യത്തേക്കാളും വളരെയധികം ആളുകൾ അങ്ങ് കുറഞ്ഞു. എന്താ കാര്യം? എന്താ പൂജയ്ക്ക് ഇത്ര ആളുകൾ കുറഞ്ഞതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? അവനും മാറി, അവൻ്റെ ബിലീഫ്സ് മാറി. ഇതേപോലെ പലയിടത്ത്. ഇനി തമിഴ്നാട്ടിലോട്ട് പോവാം, തൊട്ടടുത്ത സ്റ്റേറ്റ് നിങ്ങൾ പോയി കാണുക. അവിടെയൊക്കെ ഓരോ ചർച്ചിലും, ചെന്നൈയിലാണെങ്കിലും അവിടെയുള്ള ബാക്ക്വേർഡ് ക്ലാസ് ഒന്നും ഈ ഹിന്ദുക്കളായിട്ട് ആരുമില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക്. അവർ മുഴുവനും കൺവേർട്ടായി. അവിടെ പോയി നിങ്ങളൊരു ടാക്സി ഡ്രൈവർ മുരുകൻ, അതിൻ്റെ ടാക്സിക്കകത്ത് ഓട്ടോയ്ക്കകത്ത് ജീസസ് ബ്ലസ് യു എന്ന് എഴുതി വെച്ചേക്കുന്നേ. അവനെങ്ങനെ പിന്നെ ഹിന്ദു ബിലീഫ്സിൽ വരുന്നത്? ഈ ജാതീയത തന്നെയാണ് ഈ പ്രശ്നം. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതീയത ഉള്ള സ്റ്റേറ്റാണ് തമിഴ്നാട്. ഇതാണ് കാരണം. തമിഴ്നാട്ടിൽ ഇനിയും ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ഒരു ഹിന്ദുക്കളും അവിടെ ഇല്ല എന്ന് ഞാൻ കണിശമായിട്ട് പറയും. പോയി നോക്ക്. അവരുടെ ചർച്ചുകൾ ഞായറാഴ്ച അവരുടെ അടുത്ത് ചർച്ചുകൾ പോയി നോക്ക്. എത്രയാണ് ആൾക്കാർ കൂടുന്നത്. ഇനി തമിഴ്നാട്ടിലെ പല അമ്പലങ്ങൾ നിങ്ങൾക്കറിയാം. ആ കോവിൽ, അത് അമ്പലങ്ങൾ വളരെ ഫേമസ് ആണ് തമിഴ്നാട്. എന്താ ഈ അമ്പലങ്ങളുടെയൊക്കെ റവന്യൂ കുറഞ്ഞത്? എന്താണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് ശബരിമലയിലോട്ട് വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഭക്തരുടെ എണ്ണത്തിൽ കുറവ് എന്താ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ചിട്ടെ എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിനൊക്കെ റീസൺ കണ്ടുപിടിക്കുക. എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതിനൊക്കെ ഹിന്ദു മതത്തിൽ ഈ പറയുന്ന ജാതീയതയാണ് കാര്യം. അത് നശിക്കാതെ ഹിന്ദുമതം മുന്നോട്ട് പോകുന്ന കാര്യം സംശയമാണ്. നിങ്ങൾ എന്ത് സനാതന ധർമ്മം പറഞ്ഞാലും, നിങ്ങൾ ഇവരെ അംഗീകരിക്കാതെ നിങ്ങൾ എന്ത് സനാതന ധർമ്മം പറഞ്ഞാലും അക്സെപ്റ്റഡ് അല്ല. നിങ്ങൾ അവരെ അംഗീകരിച്ചേ മതിയാകൂ. നിങ്ങൾ അവരുടെ സോഷ്യൽ ഗ്യാതറിങ്ങിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിയേ മതിയാകൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തുണ്ടാകാൻ പോകുന്ന വലിയൊരു ചേഞ്ചുണ്ട്. ആ ചേഞ്ചിന് നിങ്ങൾ സാക്ഷിയാകും. കാരണം ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞ ആന്ധ്രയിൽ എന്താണ് ഉണ്ടായത്, എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്, എന്താണ് പഞ്ചാബിൽ സംഭവിച്ചത്,
എന്താണ് ഇപ്പോഴും ഷിംലയിലും അതേപോലെ ഹരിയാനയിലും സംഭവിക്കുന്നത്. യു പി അടുത്ത വലിയ സ്റ്റേറ്റ് വലിയ സംഭവമാണ് യു പി. ഇവരൊന്നും പൊളിറ്റിസൈസ്ഡ് അല്ല. നിങ്ങൾ ആ രാഷ്ട്രീയമൊക്കെ വിടുക. ഇവർ റിലീജിയസ് വ്യൂസിലാണുള്ളത്. അപ്പോൾ അതിലാണ് ആ ചേഞ്ച് ഉണ്ടായേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ബാക്ക്വേർഡ് ക്ലാസ് ഇതിനകത്ത് പോയിരിക്കുന്നതിൻ്റെ കാര്യം? കാരണം ഇവിടുത്തെ അപ്പർ കാസ്റ്റ് കാണിക്കുന്ന ദ്രോഹമാണ്. ഇനി അടുത്ത രസകരമായ ഒരു കാര്യം പറയും. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അതേപോലെ വെസ്റ്റേൺ ഇന്ത്യ സ്റ്റേറ്റുകളിൽ ഈ ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം കമ്മ്യൂണിറ്റി ഒരുമിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പോയി കണ്ടാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ കാര്യം? കാരണം ബാക്ക്വേർഡ് ക്ലാസ്സും രണ്ടുപേരും ബീഫ് കഴിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവർക്ക് താറാവും ഈ കോഴിയോ കാരണം അതിന് വില കൂടുതലാണ്. നോർത്ത് ഇന്ത്യയിൽ ഇന്ന് ഈ പറയുന്ന ഈ ചില സിറ്റികളിൽ ഡൽഹി ഉൾപ്പെടെ ഡൽഹിയിൽ ഇപ്പോൾ വില കൂടുതലാണ്. ഈ ബീഫിൻ്റെ വില ഇന്നും 100 രൂപയ്ക്ക് താഴെയുള്ള ഒരു കിലോ. അപ്പോൾ അവർക്കൊരു കോഴിയെ മേടിച്ച് കഴിക്കാനോ, കാരണം വീട്ടിൽ ആൾക്കാരുണ്ട്, ഈ പറയുന്ന ആട്ടിറച്ചി കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ്റെ ഭാഗമാണ്. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയും ബീഫ് കഴിക്കും, ദളിത്സും ബീഫ് കഴിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് സംഭവം ഉണ്ടായി, ദളിത്സിൻ്റെ അകത്ത് വലിയ മാറ്റം ഉണ്ടായി സോഷ്യലി. അവന് സാമ്പത്തികം മെച്ചമുണ്ട്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് അവരുടെ ഈ മത ക്ലാപ്പും കോപ്പും കൊണ്ട് ഈ ചാക്കും ക്ലാപ്പും ഇവർക്ക് പെണ്ണുങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇഷ്ടംപോലെ പിള്ളേരെ ഉണ്ടാക്കും. അവിടെ നോക്കുക, ദളിത് കമ്മ്യൂണിറ്റിയുടെ സ്റ്റാൻഡേർഡ് കൂടി, അവരുടെ ലൈഫ് സ്റ്റൈൽ കൂടി, അവരുടെ എഡ്യൂക്കേഷൻ കൂടി, അവർ കൂടുതൽ അറിയാൻ തുടങ്ങി. ശരിക്കും അത് വിസിബിളാണ് ഈ സംഭവം. ഒരു ദളിതിൻ്റെ വീടും ഒരു മുസ്ലിമിൻ്റെ വീടും പോവുകയാണെങ്കിൽ, ഞാൻ പോയിട്ടുണ്ട് പല വീടുകളിൽ, ഒരു ദളിത് കമ്മ്യൂണിറ്റി ഉള്ള ആളുടെ വീട് കാണുമ്പോൾ നമുക്ക് കയറുമ്പോൾ മനസ്സിലാകും അയാളുടെ ലൈഫ് സ്റ്റൈൽ മാറി. മുസ്ലിം കമ്മ്യൂണിറ്റി വീട് കയറുമ്പോൾ മനസ്സിലാകും ആ സംഭവം പഴയ പോലെ നിൽക്കുകയാണ്. ഇത് ഞാൻ ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ലീഡേഴ്സും മനസ്സിലാക്കിയിരിക്കുക. എന്തുകൊണ്ടാണ് അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറിയത്? കാരണം അവൻ പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങി, അവന് വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി, അവൻ്റെ ഹെൽത്ത് മാറാൻ തുടങ്ങി, അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങി. അവന് സാമ്പത്തികത്തിൽ അവൻ സ്വയം പര്യാപ്തയിലേക്ക് പോകുന്നു. അപ്പോൾ അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി, അവൻ്റെ വീട് മാറി. പക്ഷെ ഇത് കിട്ടാതെ മതത്തിൽ മാത്രം തളച്ചിട്ടിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി താഴോട്ട് പോയി. ഇത് സോഷ്യോളജി സ്റ്റഡിയാണ്. പോയി ശരിക്കും മനസ്സിലായിക്കോണം. കാരണം അവൻ മദ്രസയിൽ പോകുന്നു, 5ാം ക്ലാസ് 3-4 വർഷം മദ്രസയിൽ പോകുന്നു, അത് ഡ്രോപ്പ് ഔട്ട് ആകുന്നു, മറ്റുള്ള സ്കൂളിൽ അവനെ വിടുന്നില്ല. പിന്നീട് അവൻ ഒരു കള്ളനോ ക്രിമിനലോ ആയിട്ട് മുസ്ലിം ഫാമിലി മാറുന്നു. പിന്നെ അവനെ കാണുന്നത് ഒരു 10-15 വർഷം ജയിലിലാണ്. പക്ഷേ ദളിതാണ് നേരെ തിരിച്ച്, അവൻ പഠിക്കുന്നു, അവന് ഗവൺമെൻറ് റിസർവേഷൻ ഉണ്ട്, അവന് ജോലി കിട്ടുന്നു, അവൻ പഠിച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ താരതമ്യം. ഇനി പ്രധാനമന്ത്രി മോദി കാണിച്ചൊരു ഭയങ്കര മാസ്റ്റർ സ്ട്രൈക്കുണ്ട്. സ്ട്രോക്കാണ് സംഭവം. എന്താണ്? അതാണ് ബേസിക്കലി ഉത്തർപ്രദേശിൽ ദളിത് പൊളിറ്റിക്സിനെ മുഴുവൻ ഒറ്റയടിക്ക് ദൂരെ കളഞ്ഞു. അതായത് ഈ വാരണാസിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പുഴയും എല്ലാം ക്ലീൻ ചെയ്തത് ഈ ദളിത് ആണെങ്കിൽ ക്ലീനിങ് എന്നൊക്കെ പറയരുത്. അപ്പോൾ അവരെ ഇരുത്തിയിട്ട് നരേന്ദ്രമോദി ഇവരുടെ 5 പേരുടെ കാല് കഴുകി. ബേസിക്കലി കാല് കഴുകുക എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെ സാധനമാണ്. ക്രൈസ്റ്റ് വന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകി. പക്ഷെ ഈ ഒറ്റ കഴുകലോടുകൂടി ദളിത് പാർട്ടിയായ BSP അതിൻ്റെ വെടി തീർന്നു. ദളിത് പൊളിറ്റിക്സ് ഇല്ലാതായി ദളിത് മുഴുവന് BJPയുടെ കൂടെ പോയി. ഇതൊരു ഭയങ്കര ചേഞ്ചാണ്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ പറയുന്ന സംഘപരിവാറിലുള്ളവർ RSSകാരനും ഒക്കെ മനസ്സിലാക്കുക, നിൻ്റെ കസ്റ്റഡിയിലൊന്നുമല്ല ഈ പറയുന്ന സോഷ്യോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. കാരണം അവന് മനസ്സിലാകാൻ തുടങ്ങി, അവന് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, ബഹുമാനം കൊടുക്കുന്നില്ല, അവനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അവൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്ന മതപരിവർത്തനമാണ്. ഉറപ്പായിട്ടും അഗ്രസീവാണ് ഇന്ത്യയിൽ നടക്കുന്ന പെൻറ്റക്കോസ്റ്റൽ മതപരിവർത്തനം. അതിൻ്റെ പാർട്ടായിട്ട് പോയി. അതാണ് സംഭവം. അതിനെപ്പറ്റി തലപുണ്ണാക്കിയിട്ടൊന്നും കാര്യം, സ്വയമേ പോസ്റ്റ്മോർട്ടം ചെയ്ത് മനസ്സിലാക്കുക എവിടെയാണ് പിഴച്ചത്. അതിന് പ്രോപ്പറായിട്ട് റെമഡിയും മരുന്നും കൊടുത്ത് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ.